പാരിൽ പാർക്കോമൽ പായസിൽ ഭാരങ്ങളധികം വേണ്ടിനി കാരീരും പാടിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ ഏനിക്കായി പിളർന്ന പാറമേ ഏനിക്കായി പിളർന്ന പാറമേ ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ ഏനിക്കായി പിളർന്ന പാറമേ ഏനിക്കായി പിളർന്ന പാറമേ. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് ഒത്ത് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ നമുക്ക് ഒരുമിച്ച് ഈ ദിവസം ഷെയർ ചെയ്യുവാൻ ദൈവം ഒരു അവസരം നൽകിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കുന്നു. 18 മുതലുള്ള വാക്യങ്ങൾ 17 മുതലുള്ള വാക്യങ്ങൾ. ഇങ്ങനെ വിചാരിച്ചതിൽ ഞങ്ങൾ ചാപല്യം കാണിച്ചുവോ? അല്ലെങ്കിൽ എൻ്റെ വാക്ക് ഉവ് ഉവ് ഇല്ല ഇല്ല എന്നാകുന്നു തക്കവണ്ണം എൻ്റെ നിരൂപണം ജഡീക നിരൂപണമോ? നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഉവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവസാക്ഷി. ഞാനും സിൽവാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഉവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ് എന്നത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം പെരുമാറ്. അവനിൽ ആമേൻ തന്നെ എന്ന് തന്നെ. പ്രൈസ് ദി ലോർഡ്. വളരെ വിസ്താരമായ ഒരു ചിന്താഭാഗമാണ് ഞാൻ ഈ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അസംജ്ഞക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, യേശു ക്രിസ്തു ഒരിക്കൽ ഉവെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും പറഞ്ഞിട്ടില്ല. അവൻ എപ്പോൾ എവിടെ വെച്ച് സംസാരിച്ചാലും ഉവ് എന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവന്റെ വാക്കുകൾ ഉവെന്ന് ആയിരുന്നു. അവന്റെ പ്രവൃത്തികളും അങ്ങനെ തന്നെയായിരുന്നു. അവന്റെ നടപ്പ്, അവന്റെ കിടപ്പും, അവന്റെ എല്ലാ പ്രവൃത്തികളും മനുഷ്യൻ ശോധന ചെയ്തിട്ട് ഈ നീതിമാനിൽ ഒരു കുറ്റവുമില്ല എന്ന് പറയത്തക്കവണ്ണം അത്രയ്ക്ക് നിർമ്മലനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവത്തിന്റെ പുത്രൻ തന്നെയായിരുന്നു എന്ന് തെളിയിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് സാത്താനോട് പറഞ്ഞത്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവനുമായിട്ട് എനിക്കൊരു കാര്യവുമില്ല. സാത്താനും അറിയാം യേശു ആരാണെന്ന്. പക്ഷെ നമ്മൾ പലരും അറിയാത്ത ഒരു കാര്യമാണ് സാത്താന്റെ അറിവ്. നമ്മൾ വിശ്വസിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. സാത്താനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ്. വിറച്ചുകൊണ്ടാണ് അവൻ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ വിറയ്ക്കുകയാണ്. നമുക്ക് വിറയൊന്നും വരാറില്ല. നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. കടുകുമണിയോളമുള്ള വിശ്വാസം നമുക്ക് ഇല്ല എന്നുള്ളതും സത്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ ഇല്ല എന്നും ഒരിക്കൽ ഉവ്വ് എന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്ന് തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അതിന് തറപ്പിച്ച് പറയാനായിട്ട് 2 സാക്ഷികളെയും കൂടെ പൗലോസ് കൊണ്ടുവന്നു. ഞാനും സിലോനോസും തിമോത്തിയോസും ഞങ്ങളുടെ സുവിശേഷം ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. ഇന്ന് എത്രയോ വേദപണ്ഡിതന്മാർ ഒരിക്കൽ അവർ പ്രസംഗിച്ച യേശു ക്രിസ്തുവിനെ തിരുത്തി യേശു സാധാരണക്കാരനാണെന്നും
ആ വിശ്വാസം, ആദ്യ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ